ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തിവെക്കാൻ കാനഡ തീരുമാനിച്ചു. ഇസ്രായേലിന്റെ കൊടും ക്രൂരതയും സ്ത്രീകളോടും കുട്ടികളോടും ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും വംശീയ ഹത്യ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നതിനാൽ തങ്ങൾ ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങൾ നിർത്തിവെക്കുകയാണ് എന്നാണ് കനേഡിയയുടെ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. കനേഡിയൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളും യുദ്ധസാമഗ്രികളും വ്യത്യസ്ത കാലഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അത് വിൽപ്പനയായിട്ടും സഹായമായിട്ടും ഒക്കെ നൽകിയതാണ്. പക്ഷേ ഈ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അവിടെ കൊടും ക്രൂരതയാണ്, മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനമാണ്. അതൊന്നും കണ്ടു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രവുമല്ല, യുദ്ധമല്ല അവിടെ നടക്കുന്നത്, വംശീയ ഉന്മൂലനമാണ്. യുദ്ധം എന്ന് പറയുന്ന സമയത്ത് പരസ്പരം സൈനികരും ഏറ്റുമുട്ടുന്നതിനാണ് യുദ്ധം എന്ന് പറയുന്ന അത്തരം പ്രവർത്തനങ്ങളൊന്നും പാലസ്തീന്റെ ഭാഗങ്ങളിൽ നടക്കുന്നില്ല. സാധാരണക്കാരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന പ്രവൃത്തി തന്നെയാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് അവിടെ നിരപരാധിയും കൊല്ലപ്പെടരുത് എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ് എന്നാണ് വിദേശമന്ത്രി മെലാനി ജോളിയുടെ അഭിപ്രായം. അദ്ദേഹം ഈ നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് കാനഡ അറിയപ്പെടുന്നത്. ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ്. വിദേശകാര്യ നയതന്ത്ര ബന്ധത്തിലൊക്കെ അവർ തമ്മിൽ പരസ്പരം ബന്ധങ്ങളുണ്ട്. ഇരട്ട പൗരത്വം രണ്ട് രാജ്യങ്ങളും തമ്മിൽ അനുവദിച്ചതാണ്. അങ്ങനെ സൗഹൃദപരമായ രീതിയിൽ നീങ്ങുന്ന ഒരു രാജ്യത്തിന്റെ പേര് കൂടിയാണ് കാനഡ എന്ന് പറയുന്നത്. 2021 $26 മില്യൺ ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തത്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇത്തരം ആയുധങ്ങൾ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് പോലും ഞങ്ങളുടെ കടമയാണ്. ഉപയോഗിക്കുന്നത്, ഞങ്ങൾ വിൽപ്പന നടത്തപ്പെടുന്ന അല്ലെ നൽകുന്ന ആയുധങ്ങൾ ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തികളൊന്നും യഥാർത്ഥത്തിൽ സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിനോ ശത്രു രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്, പാലസ്തീനികളായിരിക്കുന്ന ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കരാർ ഞങ്ങൾ റദ്ദ് ചെയ്യാണ്. അങ്ങനെ ഏകദേശം 30ഓളം കരാറുകളാണ് അല്ലെങ്കിൽ പെർമിറ്റുകളാണ് ഇതിനോടനുബന്ധിച്ച് റദ്ദാക്കിയത്. വ്യത്യസ്ത കമ്പനികളും നൽകുന്നുണ്ട്. സർക്കാർ തലത്തിൽ നേരിട്ടും അതോടൊപ്പം തന്നെ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആയുധ കമ്പനികൾ, വ്യത്യസ്തമായിരിക്കുന്ന പ്രൈവറ്റ് ആയുധ കമ്പനികളും ഈ കാര്യങ്ങൾ നൽകുന്നുണ്ട്. അതിനൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് എല്ലാ കരാറുകളും റദ്ദാക്കുകയാണ്, നിർത്തലാക്കുകയാണ്, ഈ ക്രൂരത അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. എന്നാൽ അതിന്റെ മറ്റൊരു വേർഷനായിട്ട്, മറ്റൊരു ഭാഗമായിട്ട് പറയുന്നത് കാനഡ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു നിലപാടെടുക്കാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായത് എന്ന് പറയുന്നത് കാനഡയുടെ അകത്ത് നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. ശക്തമായിരിക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് സർവകലാശാല മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവനും പാലസ്തീൻ അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഓരോരോ ദിവസവും ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭങ്ങൾ മുഴുവൻ സർക്കാരിനെതിരെ രൂക്ഷമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുന്നത് എന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ സാരമായിട്ട് ബാധിക്കും എന്ന് പോലും സർക്കാർ തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിരിക്കുന്ന പരിപാടികളും നേതാക്കന്മാർ സംഘടിക്കുന്ന വേദികളിലൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ തന്നെ ഒറ്റ സ്വരത്തിൽ ശക്തമായ രീതിയിൽ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവരുടെ കൊടി ഉയർത്തിക്കൊണ്ട്, അവരുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഒരു മുസ്ലിം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേകമായിരിക്കുന്ന താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. അവർക്ക് അനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും നിലപാടെടുക്കുക എന്നുള്ളത് അവരുടെ സമീപനത്തിന്റെ ഭാഗവുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന രാജ്യമൊന്നുമല്ല കാനഡ എന്നതിനാൽ അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുക അല്ലെങ്കിൽ UN സഭയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ അങ്ങനൊന്നും ഉണ്ടാവാറില്ല. അമേരിക്കയുടെ നിലപാടിനൊക്കെ പല ഘട്ടങ്ങളിലും ശരിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒപ്പമാണ് കാനഡ നിന്നത്. അങ്ങനത്തെ അഫ്ഗാനിസ്ഥാന്റെ വിഷയം വന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഈ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്തും അമേരിക്കയുടെ നിലപാടോടൊപ്പമാണ്. പരമാവധി മുസ്ലിം രാജ്യങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് ഏത് ശക്തിയുള്ള രാജ്യമാണോ വരുന്നത് ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത്
കാനഡ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. ഫലസ്തീൻ വിഷയത്തിൽ അതിന് വ്യത്യസ്തത നിലപാടുകളും രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു. കാരണം രൂക്ഷമായിരിക്കുന്ന വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ആ രാജ്യത്തുടനീളം അലയടിക്കുന്നു എന്നുള്ളതാണ്. പറയുന്ന കാര്യം, ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന മേഖലയിൽ, ഫിലിം ഫെസ്റ്റിവലൊക്കെ ഇതിൽ പരാമർശിച്ചാണ്, സാമൂഹ്യ സന്നദ്ധ സംഘടനകളും എഴുത്തുകാരും മീഡിയക്കാരും അടങ്ങുന്ന സാംസ്കാരിക നിലയങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നു. ഏതൊക്കെ മേഖലയിൽ ഭരണാധികാരികൾ എത്തുന്നോ ആ മേഖലയിൽ മുഴുവനും പ്രതിഷേധത്തിന്റെ കൊടികൾ കാണുന്നു. അതും കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുക, എതിർക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിൽ അത് സാരമായി ബാധിക്കും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റദ്ദാക്കുന്നതിനോടനുബന്ധിച്ച് ഇത്രയും കാലം നൽകിയിരിക്കുന്ന ആയുധങ്ങളുടെ ശേഖരത്തെക്കുറിച്ചും അത് അവർ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചും അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാലസ്തീനിൽ നടക്കുന്നത് എന്ന് ഇതിനിടയിലുള്ള ഒരു സിമ്പോസിയവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണാധികാരിയിൽപ്പെട്ട വിദേശകാര്യ വകുപ്പോ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഉള്ള ഒരു വേദിയിൽ തന്നെ ചോദിക്കപ്പെട്ടിരുന്നു എന്നാണ്. കൃത്യമായ രീതിയിൽ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അവർ രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. റഷ്യയും ഉക്രൈനും തമ്മിൽ എന്ത് നടക്കുന്നു? ഉത്തരം, അവിടെ യുദ്ധം നടക്കുന്നു. ആരും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. സൈന്യം തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. റഷ്യൻ സൈന്യം ഉക്രൈൻ സൈന്യത്തെ ആക്രമിക്കുന്നു, അവർ തിരിച്ചു ആക്രമിക്കുന്നു. റഷ്യൻ ഭൂമി ഉക്രൈൻ സൈന്യം കയ്യേറുന്നു, ഉക്രൈന്റെ ഭൂമി റഷ്യയുടെ സൈന്യം ഓൾറെഡി കയ്യേറിയിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിലെ സൈന്യം മറ്റൊരു രാജ്യത്തിലെ സൈന്യത്തെയോ ഭൂപ്രദേശത്തെയോ പിടിച്ചെടുക്കുന്ന രീതിയാണ് നടക്കുന്നത് എന്ന് ഈ കാനഡയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അതിനോടനുബന്ധിച്ച് ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അത് സർക്കാരിന്റെ പ്രതിനിധിയോ മറ്റുള്ളവരോ പറഞ്ഞോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അവിടെ അഭിപ്രായം വന്നിട്ടില്ല. അതായത് അവിടെ സർവകലാശാല പോലെയുള്ള ഒരു വിദ്യാഭ്യാസ മീറ്റിംഗിൽ വെച്ച് കാനഡയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. അവിടെ യുദ്ധം നടക്കുന്നു, സൈന്യം നടക്കുന്നു, രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂപ്രദേശം കയ്യേറുന്നു. യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന യുദ്ധം എന്നുള്ള ഡിക്ഷണറിയിലൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്തുള്ള അതിന്റെ അർത്ഥവത്തായിരിക്കുന്ന പരാമർശത്തിന്റെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അവിടെ ആ രണ്ട് രാജ്യത്തും നടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഫലസ്തീനിലും ഇസ്രായേലും അല്ലെങ്കിൽ ഫലസ്തീനിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. അവിടെയും യുദ്ധം നടക്കുന്നു എന്നാണ് അതിന് ഉത്തരം. ആരും തമ്മിൽ എന്നൊരു ചോദ്യം ഒരു കുട്ടി ചോദിച്ചു, വിദ്യാർത്ഥി ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. ആ കുട്ടിയുടെ ചോദ്യം, യുദ്ധം നടക്കുന്നു ഫലസ്തീനിൽ, ആരും തമ്മിൽ. അപ്പൊ ആ ആരും തമ്മിൽ എന്നുള്ള ചോദ്യത്തിനാണ് മറുപടി പറയാൻ സാധിക്കാതെ പോയത്. യുദ്ധം നടക്കുന്നെങ്കിൽ രണ്ട് പക്ഷത്തും സൈന്യമാണ്. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഹമാസ് ആണെങ്കിൽ ഹമാസ് സൈനിക വിഭാഗം യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഇവർക്ക് നേരെ മുഖാമുഖം യുദ്ധം നടത്തുന്ന ഏതെങ്കിലും ഒരു ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒറ്റപ്പെട്ട രീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒളിപ്പോർ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവരെ ആക്രമിക്കുന്നു. അത് ശരി തന്നെ. അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിനും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടാകുന്നു. തിരിച്ച് ഇങ്ങോട്ടും പരിക്കുകളും അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നു. പക്ഷേ അവിടെ മരിച്ച സൈന്യത്തിന്റെ എണ്ണത്തിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് പറയണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പോരാടുന്നത് ഇസ്രായേൽ സൈന്യമാണെങ്കിൽ എത്ര ഇസ്രായേൽ സൈന്യം മരണപ്പെട്ടു? അതാണ് ഒരു ചോദ്യം. പോരാടുന്നത് ഹമാസിന്റെ സൈനികരാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്കാരാണെങ്കിൽ അവരെത്ര പേർ മരണപ്പെട്ടു എന്നതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന് തന്നെ സാധിക്കില്ല. എത്ര ഹമാസിന്റെ ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ പാലസ്തീനിലെ ഗസയിലുള്ള ആളുകളെ മുഴുവൻ ഹമാസിന്റെ ആളുകളായിട്ടായിരിക്കും ഒരുപക്ഷെ കാണുന്നത്. സ്ത്രീകളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ പാല് കുടിക്കുന്ന ചെറിയ മക്കളാണെങ്കിൽ 2 വയസ്സും 4 വയസ്സും ഒക്കെ ഹമാസിന്റെ തീവ്രവാദ ചിന്തകളാണ് അല്ലെങ്കിൽ അവർ പോരാടുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവരുടെ ബുദ്ധിശൂന്യത വളരെ കൃത്യവും വ്യക്തവുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സൈനിക മേഖലയിൽ ഉണ്ടാവുന്ന മരണത്തെക്കുറിച്ചല്ല അവർ പറയുക. അവർ ഫലസ്തീനികളെ കൊല്ലുന്നു. അവരുടെ കയ്യിൽ ആയുധമില്ല, അവരുടെ കയ്യിൽ റൊട്ടി പോലുമില്ല, കുടിക്കാൻ ഈ രോഗികൾക്ക് കഴിക്കാൻ മരുന്നുകളില്ല, ആശുപത്രി തകർക്കുന്നു, വിദ്യാഭ്യാസ മേഖല തകർക്കുന്നു, ആരാധനാലയങ്ങൾ തകർക്കുന്നു, ഏറ്റവും ഒടുവിൽ അഭയാർത്ഥി ക്യാമ്പ് പോലും തകർക്കുന്നു. അവർ സുരക്ഷിതം എന്ന് പറയുന്ന മേഖല പോലും അവർ തന്നെ തകർക്കുന്ന രീതിയിലുള്ള സ്ഥിതി വിശേഷം യഥാർത്ഥത്തിൽ അവിടെ സംജാതമാകുന്നു. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ യുദ്ധമല്ല നടക്കുന്നത്. അപ്പൊ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കണം എന്ന് പറയുന്നതിന് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നിട്ട് ഈ കുട്ടി തന്നെ വിളിച്ചു പറയുന്നു, എന്നാൽ കേട്ടോളൂ, അവിടെ വംശീയ
ഉന്മൂലനം നടക്കുന്നു. അത് മുൻപേ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നെതന്യാഹു മുമ്പ് പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത് ആളില്ലാത്ത തുരുത്താക്കി ഗസയെ മാറ്റും എന്നുള്ളതാണ്. അത് വംശാവലി ഉണ്ടാക്കും, വംശത്തിന്റെ ദുരന്തം ഉണ്ടാക്കും. ഇനിയൊരു തലമുറ ഉണ്ടാവാത്ത രീതിയിൽ തങ്ങൾ അത് എന്ത് ചെയ്യും, അത് ക്ലീൻ ആക്കിയിട്ട് മാറ്റപ്പെടും എന്ന് മുമ്പ് പറഞ്ഞു വെച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. 2 യുദ്ധം ലോകത്ത് നടക്കുന്നില്ല, ഒരു യുദ്ധം നടക്കുന്നുള്ളൂ, അത് ഉക്രൈനും റഷ്യയും തമ്മിലാണ്. ഇവിടെ നടക്കുന്നത് യുദ്ധം എന്നല്ല, വംശീയ ഹത്യ എന്നോ വംശീയ ഉന്മൂലനത്തിന് വേണ്ടി സൈനികരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അക്രമം എന്നോ തിരുത്തി പറയണം എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടി ഈ കാനഡയെ സംബന്ധിച്ചിടത്തോളം സാരമായിട്ട് ബാധിക്കപ്പെട്ട വിഷയമാണ്. പൊതുരംഗത്ത് സജീവമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ കാനഡയിൽ സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്, ഇനി ഇസ്രായേലിന് ആയുധം നൽകുന്നില്ല, മാത്രമല്ല നൽകപ്പെട്ട ആയുധങ്ങൾ ഏത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കും. ആയുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കരാറുകളും റദ്ദാക്കുകയാണ്. അത് സ്വകാര്യ മേഖല നൽകുന്ന കരാർ റദ്ദാക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇനി ആയുധങ്ങൾ നൽകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാലസ്തീനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തങ്ങൾ ആയുധം നൽകുന്നു എന്ന് തന്നെ ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് യഥാർത്ഥത്തിൽ കാനഡ എത്തിയിരിക്കുന്നു. കാനഡ വിദേശകാര്യമന്ത്രി വൈകാരികപരമായിട്ടാണ് മെലാനി ജോളി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ കൊടും ക്രൂരത ഞങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവർക്ക് ആയുധം നൽകുന്നത് ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന്.